ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ടൈം ടു ടെൽ ദ സ്റ്റോറി. എനിക്കറിയാം കുറച്ചധികമായി നമ്മൾ കണ്ടിട്ട്. എന്ത് പറയാനാ, ഡിപ്രഷൻ അതിൽ ഞാൻ തളർന്നിരുന്നു പോയി. ഇപ്പൊ ഞാൻ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് വീണ്ടും വന്നേക്കാണ്. 10-25 വയസ്സായിട്ടും ഒരു പണിയില്ലാതെ, ഒരു വരുമാനമില്ലാതെ ഇങ്ങനെ ഇരിക്കാന്ന് പറയുന്നത് ആലോചിക്കുമ്പോൾ തന്നെ ഡിപ്രഷൻ അടിച്ച് തളർന്നിരിക്കാൻ വേറെ കാരണമൊന്നും വേണ്ട. ഇതന്നെ ഒരു വലിയ കാരണമാണ്. എന്റെ ഈ പ്രായത്തിൽ ഞാൻ ആകണമെന്ന് വിചാരിച്ച ആ ഒരു പൊസിഷനിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഓക്കെ, തൽക്കാലം ആ ഒരു വിഷയം വിട്ടിട്ട് നമുക്ക് സിനിമയിലേക്ക് കിടക്കാം. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാല് പിന്നെ അതങ്ങനെ പറഞ്ഞു പോകും. ഈ വീഡിയോയില് 13, 14, 15, 16 എപ്പിസോഡുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ വില്ലൻ ആരാന്ന് റിവീൽ ചെയ്ത് കഴിഞ്ഞു. അതൊരു സാക്ഷി തന്നെയായിരുന്നു. ഇപ്പോ അവന്റെ വീട്ടിൽ കയറിയ ആ ഒരു കള്ളൻ അവന്റെ വീടാകെ അലങ്കോലാക്കി ഇട്ടേക്കാണ്. പുള്ളി ചെക്ക് ചെയ്ത് നോക്കുമ്പോ അവിടുന്ന് അവന്റെ ലോക്കറിൽ നിന്ന് നഷ്ടപ്പെട്ടേക്കണത് ആ ഒരു ലൈറ്റർ മാത്രമാണെന്ന് അവൻ തിരിച്ചറിയാണ്. പെട്ടെന്ന് അവിടുന്ന് ഒരു അനക്കം കേട്ടിട്ട് അവൻ ബാത്റൂമിൽ വന്ന് നോക്കുമ്പോ ആ ഒരു ഉണ്ടപ്പൻ ഡിറ്റക്റ്റീവും അയാളുടെ അസിസ്റ്റന്റും ബാത്ത് ടബിൽ ഒളിച്ചിരിക്കുകയാണ്. അവരെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് പുള്ളിക്കാരൻ നമ്മൾ ഒരേ ഫീൽഡ് ആയതുകൊണ്ട് എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് അവനെ ഡിന്നറിന് ഫുഡൊക്കെ ആയിട്ട് വന്നതാണ്. പക്ഷെ ആ ഒരു വന്ന സമയത്താണ് വേറൊരാള് അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നത്. അയാൾ വന്നതും ഇവർ ഒളിച്ചിരുന്നു എന്നും മാത്രമല്ല ഇവിടെയുള്ള സാധനങ്ങളെല്ലാം അയാൾ തട്ടി താഴിട്ടിട്ട് നിങ്ങളുടെ ലോക്കർ തുറന്ന് ഒരു ലൈറ്റർ മാത്രം എടുത്തിട്ട് പോയെന്ന് പറയാണ്. ഇപ്പൊ നമ്മുടെ ആള് അയാളെ നിങ്ങൾ കണ്ട തിരിച്ചറിയുമെന്ന് ചോദിക്കുമ്പോ ഉണ്ടപ്പനാണെങ്കിൽ ഈ ഒരു അവസരം മുതലെടുത്തിട്ട് തിരിച്ചറിയും. പക്ഷെ ഞാനത് പറയണമെങ്കിൽ നീ എന്റെ ഏജൻസി വന്ന് എന്നെ കാണണം, നീ ആയോണ്ട് 5% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ടപ്പന്റെ കാർഡ് നമ്മുടെ ആൾക്ക് കൊടുത്തിട്ട് അവൻ പോവാണ്. ഇപ്പൊ അവന്റെ ഓഫീസിൽ തിരിച്ചെത്തി കഴിയുമ്പോ നമ്മുടെ ആള് അവൻ അന്വേഷിച്ച് വരുമെന്നാണ് ഇവൻ കരുതിയിരിക്കണത്. പക്ഷെ നമ്മുടെ ആള് വരില്ല. അവൻ അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആരായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. കട്ട് ചെയ്ത് ഹീറോയിന്റെ വീട് കാണിക്കാണ്. അവിടെ അവളുടെ പെങ്ങളുടെ മോനുണ്ടല്ലോ, അവന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോ അതിനൊരു പാർട്ടി ഒരു പ്ലാൻ ചെയ്യാണ്. അങ്ങനെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് നമ്മുടെ നായിക നമ്മുടെ ഡിറ്റക്റ്റീവിന്റെ ഓഫീസിലേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ ഇവൾ ഈ ഒരു കാഴ്ച കാണാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൻ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ ഒരു ലൈറ്റർ കാണാതായെന്നും പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പുറത്ത് ഉണ്ടപ്പൻ ഒരു പണി പറ്റിച്ചിട്ടുണ്ടാവും. അവൻ തലേദിവസം വന്നത് വെറുതെ ഒരു ഡിന്നർ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ ഹീറോന്റെ ഓഫീസിൽ ടേബിളിനടിയിലായിട്ട് അവനൊരു മൈക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഈ ഒരു ഉണ്ടപ്പൻ അവന്റെ സ്ഥലത്തിരുന്ന് നമ്മുടെ ആൾക്കാർ പറയുന്നത് എന്താന്ന് കേട്ടോണ്ടിരിക്കുക, കള്ളപ്പോർക്ക്. പക്ഷെ അയാളുടെ ആ ഒരു അസിസ്റ്റന്റ് പയ്യനാണെങ്കിൽ ഇതെല്ലാം എത്തിക്സിനെതിരാണ്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ ഹെഡ്ഫോൺ വാങ്ങിച്ച് അവിടെ നിന്ന് ഓടിക്കളയാണ്. കട്ട് ചെയ്ത് ആ ഒരു വില്ലന്റെ വീട് കാണിക്കാണ്. അയാളുടെ കയ്യിൽ ആ ഒരു ലൈറ്റർ കണ്ടിട്ട് അയാളുടെ ഭാര്യ ചോദിക്കാണ്, നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റർ തിരിച്ചു കിട്ടിയോന്ന്. അതായത് ഈ ഒരു ലൈറ്റർ ശരിക്കും ഇയാളുടെയാണ്. അപ്പൊ അയാളും ആ കിട്ടി എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ അയാളുടെ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. ഇപ്പൊ അയാളുടെ അമ്മയാണെങ്കിൽ ഇയാളോട് ഒരു സ്ട്രേഞ്ചറിനോട് സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. ഒരു മകനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് അങ്ങനെയല്ല ആ ഒരു അമ്മ ഇവനെ കാണുന്നത്. തീർത്തും ഒരു അപരിചിതനായിട്ടാണ് കാണുന്നത്. അവരുടെ സംസാരം കേട്ടിട്ട് അവനും സങ്കടമായിട്ടാണ് ഇരിക്കുന്നത്. കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയിനും കാണിക്കാണ്. അവര് ആ ഒരു മരിച്ചുപോയ കുട്ടിയുടെ വീട്ടിലേക്ക് വന്നേക്കാണ്. അതായത് ആ ഒരു കുട്ടിയുടെ അച്ഛൻ വന്നോന്ന് അറിയാനായിട്ട്. അന്നേരം അവിടുത്തെ സെർവന്റ് പറയുന്നുണ്ട്, ഇപ്പൊ അദ്ദേഹം ആരും കാണാനുള്ള ഒരു നിലയിലല്ല, മാത്രമല്ല അദ്ദേഹം സ്ഥലത്തില്ല, പക്ഷെ 2 ദിവസത്തിനുള്ളിൽ അങ്ങോട്ട് വരും, അപ്പൊ വേണേലും നിങ്ങളൊന്ന് വന്ന് നോക്കുന്നു പറയാണ്. അതിനുശേഷം അവരൊരു പാർക്കിൽ വന്നിരിക്കുകയാണ്. ആ ഒരു കുട്ടീനെ കുറിച്ചും അവളുടെ അച്ഛനെ പറ്റിയെല്ലാം ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന നേരത്ത് നമ്മുടെ ഹീറോന്റെ തോളിൽ വന്ന് ഒരാൾ കൈവെക്കാണ്. നമ്മുടെ ആളും സെൽഫ് ഡിഫൻസ് എന്നുള്ള രീതിക്ക് അയാളുടെ കൈ പിടിച്ച് തിരിക്കാണ്. നോക്കുമ്പോഴുണ്ട് ഇവളുടെ അളിയനാണത്. ഇവൾ എപ്പോഴും ഹീറോന്റെ കൂടെ നടക്കുന്നോണ്ട് ഇതാരാന്ന് അറിയാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പോ അവളും നമ്മുടെ ഹീറോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഇതാണ് എന്റെ ബോസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നമ്മുടെ കുട്ടിപ്പയ്യനും അവന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മുടെ ഹീറോയിനെ ഇൻവൈറ്റ് ചെയ്യാണ്. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഉണ്ടപ്പനും അയാളുടെ അസിസ്റ്റന്റും കൂടെ ഹീറോയിന്റെ ഫ്രണ്ടിന്റെ ആ ഒരു റെസ്റ്റോറന്റ് ഉണ്ടല്ലോ അവിടേക്ക് വന്നേക്കാണ്. ഇപ്പോ ഈ ഒരു ഉണ്ടപ്പന്റെ അസിസ്റ്റന്റിന് ഈ ഒരു പെണ്ണിനോട് ഒരു ക്രഷ് ഉണ്ട്. പക്ഷെ ആ ഒരു പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ ഫാൻ ആണെന്ന് അറിഞ്ഞിട്ട് ഇവനെന്തോ 2 ഗ്ലാസ് മദ്യം കഴിച്ചിട്ട് ബോധം പോകുന്നുണ്ട്. ഇനി തൊട്ട് എനിക്ക് എത്തിക്സ് ഇല്ല, ആ ഡിറ്റക്റ്റീവ് കിമ്മിനെ എങ്ങനെങ്കിലും നശിപ്പിക്കണം, അതായത് നമ്മുടെ ഹീറോനെ. ബോധം പോണ സമയത്ത് അതാണ് അവൻ പറയണത്. കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയിന്റെ വീട് കാണിക്കാണ്. ആ ഒരു കുട്ടിപ്പയ്യന്റെ ബർത്ത്ഡേ പാർട്ടി. അതിന് നമ്മുടെ സെക്കൻഡ് ഹീറോയും വന്നിട്ടുണ്ട്. അങ്ങനെ അവർ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എല്ലാരും ആ ഒരു പയ്യന് ഗിഫ്റ്റ് കൊടുക്കുമ്പോ നമ്മുടെ ആള് സീക്രട്ട് ആയിട്ട് ആ ഒരു പയ്യന് ഒരു ഗിഫ്റ്റ് കൊടുക്കാണ്. അതെന്താന്ന് വെച്ചാല് അവന്റെ പട്ടിക്കുട്ടീനെ കാണാനുള്ള ഫ്രീ ടിക്കറ്റ് ആണ്. അതായത് ആ ഒരു പയ്യൻ ഇതുവരെ അവര് പൈസ കൊടുത്തിട്ടുള്ള പട്ടിക്കുട്ടീനെ കണ്ടോണ്ടിരുന്നത്, അതിന് പകരമാണ് ഈ ഒരു ടിക്കറ്റ്. അങ്ങനെ അവരെല്ലാരും ഫുഡ് കഴിക്കാണ്. അന്നേരം നമ്മുടെ ആള് മാത്രം എല്ലാവരുടെയും വായിൽ നോക്കിയിട്ട് വെള്ളം ഇറക്കിയിരിക്കുന്നുണ്ടാവും. അവന് ഈ ഒരു വേവിച്ച ഫുഡൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ റോമീറ്റേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ നായിക അത് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം ഈ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങുന്നതിന് മുമ്പ് പുള്ളിക്കാരനൊരു ഷെഫ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ പുള്ളി നല്ലോണം ഗ്രില്ല് ചെയ്യുന്നു പറഞ്ഞ് അവൻ അവിടെ കൊണ്ട് നിർത്താണ്. അങ്ങനെങ്കിലും അവൻ എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് അവളിങ്ങനെ ചെയ്യണേ. ഇപ്പൊ നമ്മുടെ ആള് അവിടെ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്കുമ്പോഴേക്കും ആ ഒരു കുട്ടി പയ്യനത് കാണുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ആള് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കുന്നുണ്ട്. ഇപ്പൊ അവൻ അവരുടെ ആ ഒരു ഫാമിലി സന്തോഷമായിട്ട് ഇരിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ ചിന്തിക്കാണ്, ഇപ്പോ അവനും ഒരു ഫാമിലി എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന്. അങ്ങനെ അവൻ സ്വയം മറന്നു
നിൽക്കുന്ന സമയത്ത് അവന്റെ കയ്യിൽ തീ കയറി പിടിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നായികയാണെങ്കിൽ അത് കെടുത്താൻ വേണ്ടിയിട്ട് വെള്ളമാണെന്ന് കരുതിയിട്ട് മദ്യം കൊണ്ട് അവന്റെ കൈ മൊഴിക്കാണ്. അപ്പൊ അത് ആളിക്കത്താൻ തുടങ്ങും. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് അവന്റെ കയ്യിൽ ആ ഒരു തീ അണയ്ക്കാണ്. ഇന്നേരം നമ്മുടെ ആൾക്കും അവൻ മനുഷ്യനായ പോലെ ഒരു ഫീലിംഗ് ആണ്. അങ്ങനെ രാത്രിയായി അവന്റെ കയ്യില് മുറിവ് മരുന്ന് പറ്റി കൊടുക്കാണ് നമ്മുടെ നായിക. ഇപ്പൊ അവള് പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് വേദന എടുക്കുന്ന പോലെ ഒന്ന് അഭിനയിക്കെങ്കിലും ചെയ്തുകൂടെയെന്ന്. അങ്ങനെ അവനും അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ പിള്ളേരെല്ലാം വന്നിട്ട് അവന്റെ കയ്യിൽ ഊതി കൊടുക്കാണ്. ഇപ്പൊ ഭൂരിപക്ഷം അവനോടാണ് ഒരു സ്നേഹം കാണിക്കണത്, ഒരു അടുപ്പം കാണിക്കണത്. ഇത് കണ്ടിട്ട് നമ്മുടെ സെക്കൻഡ് ഹീറോയ്ക്ക് ഈഗോ അടിക്കാണ്. അന്നേരം നമ്മുടെ ഹീറോയിന്റെ ചേച്ചി വന്നിട്ട് അവനോട് പറയാണ്, നീ ഇതിലും ബെറ്റർ ആയിട്ട് ട്രൈ ചെയ്യണം, നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ രണ്ടാളും നിന്നെയാണ് സപ്പോർട്ട് ചെയ്യണേന്ന്. അങ്ങനെ അവരെല്ലാരും കൂടെ സംസാരിച്ചിരിക്കുമ്പോ നമ്മുടെ ഹീറോ ഒരു സിനിമയുടെ പോസ്റ്റർ കാണുകയാണ്. മറ്റേ തുടക്കത്തില് ഒരു സോംബി സിനിമ നമ്മുടെ ആള് കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ ഒരു സിനിമ ഡയറക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ഈ ഒരു സോഡാ ഗ്ലാസ് അളിയനാണ്. നമ്മുടെ ഹീറോ ഈ ഒരു സിനിമയുടെ വലിയ ഫാൻ ആണെന്ന് അറിയുമ്പോൾ ഇയാൾക്കും ഒരുപാട് സന്തോഷാവാണ്. അങ്ങനെ അവര് രണ്ടുപേരും സോംബികളുടെ ഫീലിങ്സിനെ കുറിച്ചെല്ലാം പറയാണ്. അങ്ങനെ അവരെല്ലാരും സന്തോഷത്തോടുകൂടെ പിരിയാണ്. നമ്മുടെ ഹീറോയിൻ സോംബിക്കുട്ടനെ യാത്രയാക്കാണ്. അന്നേരം അവളും പറയുന്നുണ്ട്, സോംബികളൊക്കെ മനുഷ്യരെ തിന്നൂലോ, നിങ്ങൾ എന്താ അങ്ങനെയൊന്നും ചെയ്യാത്തേന്ന്. അപ്പൊ അവന് പറയും, ഞാൻ അങ്ങനെ ചെയ്താല് ഞാനും ശരിക്കും ഒരു സോംബിയായിട്ട് മാറുമെന്ന് പറയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് നമ്മുടെ വില്ലനെ കാണിക്കാണ്. അവനൊരു സ്ഥലത്ത് പോയിട്ട് കുഴിച്ചു നോക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല. അതായത് അവൻ നമ്മുടെ ഹീറോനെ കൊന്നു കുഴിച്ചിട്ട സ്ഥലമാണ് അവൻ തപ്പണത്, അവിടെ ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ പുള്ളി നേരെ നമ്മുടെ ഹീറോന്റെ ഓഫീസിലേക്ക് വരാണ്. അവനെ കണ്ടിട്ട് കാഷ്വൽ ആയിട്ട് ഇങ്ങനെ സംസാരിക്കാണ്. അവൻ പറയാണ്, എനിക്കൊരു ഡെഡ് ബോഡിനെ കണ്ടുപിടിച്ച് തരണമെന്ന്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവൻ അത് മാറ്റി സംസാരിക്കാണ്, ഞാനൊരു തമാശ പറഞ്ഞതാണെന്ന്. എന്നിട്ട് വീണ്ടും പുള്ളി ആ ഒരു സംസാര രീതി മാറ്റിയിട്ട്, നീ എന്താടാ പൊട്ടം കളിക്കുകയാണോ, നീ എന്നെ അറിയാത്ത പോലെ എന്താ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കണേ, എന്തിനു വേണ്ടിയിട്ടാ ആ ഒരു കിഡ്നാപ്പിംഗ് കേസ് വീണ്ടും ഇങ്ങനെ കുത്തിപ്പൊക്കണെന്നല്ല. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് ആ ഒരു കാണാതായ ലൈറ്ററിന്റെ സ്മെല്ല് അവന്റെ ബോഡിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പൊ വീണ്ടും ആ ഒരു വില്ലൻ അവന്റെ സംസാര രീതി മാറ്റാണ്, ഞാനൊരു തമാശ പറഞ്ഞതാണ്, ശരിക്കും നിങ്ങളെ പോലെ തന്നെയുള്ള ഒരു സുഹൃത്ത് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ അവനല്ലാന്ന് എനിക്ക് മനസ്സിലായി, അവൻ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നേരം എന്നെ അന്വേഷിച്ചു വന്നാലെന്നല്ല. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പോ നമ്മുടെ ഹീറോയുടെ മനസ്സിൽ മുഴുവൻ ഇവനിപ്പോ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോ നമ്മുടെ ആ ഒരു ഉണ്ടപ്പൻ ഡിറ്റക്റ്റീവ് വെച്ച ആ ഒരു ബഗ് അത് നമ്മുടെ ആൾ കണ്ടുപിടിക്കാണ്. അവൻ ആ ഒരു മൈക്കിലൂടെ തന്നെ അവരോട് പറയാണ്, നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് എന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വായോന്ന്. അങ്ങനെ അവർ വന്നു കഴിയുമ്പോൾ നമ്മുടെ ആള് ഒരു കെട്ട് കാശെടുത്ത് അവർക്ക് വെച്ചു കൊടുത്തിട്ട് അവൻ പറയാണ്, നമ്മുടെ ആ ഒരു വില്ലൻ ഉണ്ടല്ലോ അയാളെ ഫോളോ ചെയ്യാനായിട്ട്. അങ്ങനെ ആ ഒരു ദൗത്യം ഈ ഒരു ഉണ്ടപ്പൻ ഡിറ്റക്റ്റീവിനെ അവൻ ഏൽപ്പിക്കാണ്. അവനും ആ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ട് അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങാണ്. അങ്ങനെ പിറ്റേന്ന് നമ്മുടെ ഹീറോയിന്റെ അടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. എന്തിനും അവന്റെ മേലൊരു കണ്ണ് വേണമെന്ന് അവളോട് പറയുന്നുണ്ട്. കട്ട് ചെയ്ത് നമ്മുടെ ഉണ്ടപ്പൻ ഡിറ്റക്റ്റീവിനും അവന്റെ അസിസ്റ്റന്റിനെയും കാണിക്കാണ്. അവര് ഈ ഒരു വില്ലനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മുടെ സോംബിക്കുട്ടനും ഹീറോയിനും കൂടെ നമ്മുടെ സെക്കൻഡ് ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് ആ ഒരു കാണാതായ പെൺകുട്ടിയുടെ കേസ് ഫയല് അവിടെ നിന്ന് കിട്ടിയ ആ ഒരു എവിഡൻസ് എല്ലാം ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവന്റെ ഹെൽപ്പ് ചോദിക്കുകയാണ്. ഇപ്പോ അവൻ അതെല്ലാം എടുത്തു കൊടുക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് അതൊക്കെ ഒന്ന് സ്മെല് ചെയ്ത് നോക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഈ ഒരു സെക്കൻഡ് ഹീറോനെ അവിടുന്ന് മാറ്റാനായിട്ട് ഹീറോയിനോട് പറയാണ്. അവളും വായോ നമുക്ക് കോഫി കുടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് അവര് രണ്ടാളും പുറത്തിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ വന്നിട്ട് വായോ എന്റെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ചോണ്ട് പോവാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ആ ഒരു പോലീസുകാരത്തി ഉണ്ടല്ലോ, ഈ ഒരു നമ്മുടെ സെക്കൻഡ് ഹീറോന്റെ കൂടെയുള്ള ആ ഒരു പോലീസുകാരത്തി, അവള് വരുമ്പോ അവളെ പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവര് പോയി കഴിയുമ്പോൾ അവള് പറയാണ് അവര് രണ്ടുപേരും നല്ല മാച്ചിങ് ആണെന്നല്ല. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോയ്ക്ക് ആണെങ്കിൽ ഈഗോ അടിച്ചിട്ട് അവര് ജസ്റ്റ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതേ ഉള്ളൂ എന്ന് അവളോട് പറയാണ്. ഇപ്പൊ അവളാണെങ്കിൽ അവളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് അവനോട് പറയാണ്. സംഭവം എന്താന്ന് വെച്ചാല് ഈ ഒരു പോലീസുകാരത്തിക്ക് നമ്മുടെ ഈ ഒരു സുന്ദരക്കുട്ടപ്പൻ സെക്കൻഡ് ഹീറോയിന് ഇഷ്ടമാണ്. കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയിനും ഹീറോയിനും കാണിക്കാണ്. അവൾ അവനോട് ചോദിക്കാണ്, ആ എവിഡൻസ് എല്ലാം സ്മെല് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന്. അന്നേരം അവനും പറയാണ്, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല, അതുമേന്നെല്ലാം ബ്ലീച്ചിന്റെ സ്മെല്ലല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ല എന്ന്. ഇപ്പോ നമ്മുടെ ഉണ്ടപ്പൻ ഡിറ്റക്റ്റീവും അയാളുടെ അസിസ്റ്റന്റും കൂടെ ആ ഒരു വില്ലനെ ഫോളോ ചെയ്തിട്ട് ആ ഒരു ഫോട്ടോസ് എല്ലാം നമ്മുടെ ആൾക്ക് കൊണ്ട് കൊടുക്കാണ്. എന്നിട്ട് അവൻ പറയാണ്, ഞങ്ങൾക്ക് തോന്നിയത് അയാള് നിങ്ങളെയാണ് ഫോളോ ചെയ്യണേന്നാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്കും അവരെടുത്ത ആ ഒരു ഫോട്ടോ ഒന്ന് അവന്റെ കാണാതായ ആ ഒരു ലൈറ്റർ അത് അയാളുടെ കയ്യിൽ ഇരിക്കുന്നതായിട്ടാണ്. നിങ്ങൾ ചെയ്ത ജോലിക്ക് നന്ദി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും അവന്റെ ഫ്രിഡ്ജിലിരിക്കുന്ന ചിക്കൻ എല്ലാം ഈ ഒരു ഉണ്ടപ്പൻ ഡിറ്റക്റ്റീവിന് കൊടുത്തുവിടാണ്. അവരും ഹാപ്പി ആയിട്ട് അവനോട് നന്ദി പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ അവന് ആ ഒരു ഫോട്ടോസ് എല്ലാം നോക്കുമ്പോൾ അവന്റെ പാസ്റ്റിലുള്ള ചില കാര്യങ്ങളെല്ലാം അവന്റെ ഓർമ്മയിലേക്ക് വരാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇന്നാണ് ആ ഒരു കാണാതായ കുട്ടിയുടെ അച്ഛൻ നാട്ടിലേക്ക് വരുന്നത്. അയാളെ കാണാൻ വേണ്ടി പോവാനായിട്ട് നമ്മുടെ ഹീറോനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, പക്ഷെ കിട്ടുന്നുണ്ടാവില്ല. ഇതേ സമയം അവൾ അയാളെ കാണുന്നുണ്ട്. അയാളെ കണ്ടിങ്ങനെ സംസാരിക്കുകയാണ്. അയാൾ പറയാണ്, ഇന്നേക്ക് അയാളുടെ മകള് മരിച്ചിട്ട് 2 വർഷം ആവാണ്. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടാണ് എന്റെ മകളെ കാണാതായെന്നെല്ലാം ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചു, പക്ഷെ അതെല്ലാം വെറും തോന്നലായിരുന്നു, എല്ലാം വിധിയാണ്, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണെന്നെല്ലാം അയാൾ പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവന് പാസ്റ്റിലെ ചില കാര്യങ്ങൾ ഓർമ്മ വന്നായിരുന്നല്ലോ. അവൻ ആ ഒരു വില്ലൻ അന്വേഷിച്ച് അവന്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. ഇന്നേരമാണെങ്കിൽ അയാളുടെ ആ
ആ ഒരു അമ്മയുണ്ടല്ലോ, അവര് പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോനെ, മോനെ നീ വന്നോ, നീ എന്തെങ്കിലും കഴിച്ചോ, വായോ അകത്തേക്ക് വായോ, ഞാൻ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാം വെച്ചു തരാന്ന് പറയാണ്. ഇപ്പോ അയാളുടെ ആ ഒരു ഭാര്യ വന്നിട്ട് നിങ്ങൾക്ക് ആര് വന്നാലും മകനായിട്ടാണ് തോന്നണേന്നെല്ലാം പറഞ്ഞിട്ട് അവര് കൂട്ടിക്കൊണ്ടു പോകാൻ നിൽക്കുന്ന സമയത്ത് ആ ഒരു പെണ്ണ് നമ്മുടെ ഹീറോന്റെ മുഖം കാണാണ്. ഇപ്പൊ അവളും ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പൊ അവനും രണ്ടുപേരോടും അകത്ത് പോകാനായിട്ട് പറയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയിനെ കാണിക്കാണ്. ആ ഒരു കുട്ടിയുടെ ഫോട്ടോസ് എല്ലാം അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കുട്ടിയുടെ അടുത്ത് നമ്മുടെ ഹീറോയിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വാച്ച് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു വാച്ച് കെട്ടിയ ആളെ കാണാണ്. ആ ഒരു വാച്ച് കണ്ടിട്ട് ഇയാളോട് അവള് ചോദിക്കാണ് ഇതാരാണെന്ന്. അപ്പൊ അയാൾ പറയുന്നുണ്ട് അതെന്റെ മകളുടെ ബോഡി ഗാർഡാണ്. എന്റെ മകൾക്ക് എന്നെക്കാളും കൂടുതൽ അവനോടായിരുന്നു അടുപ്പം. അവനൊരു നല്ല ആളായിരുന്നു. പക്ഷെ എന്റെ മകളുടെ മരണശേഷം അവനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ എവിടെയാന്ന് പോലും അറിയില്ലാന്ന്. ഇപ്പൊ നമ്മുടെ ഹീറോയിനും നമ്മുടെ ഹീറോന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കാണ്. ഇപ്പൊ അയാളും പറയാണ് അതെ ഇത് അവൻ തന്നെയാണ്. അവനിപ്പോ എവിടെയാണ്, നിങ്ങൾക്ക് എങ്ങനെ അവനെ അറിയാന്നെല്ലാം. ഇപ്പൊ നമ്മുടെ ഹീറോയിനും സന്തോഷാവാണ്. നമ്മുടെ ആളുടെ പാസ്റ്റ് അവള് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അവൻ ആരാന്ന് അവള് കണ്ടുപിടിച്ചു. അങ്ങനെ അവള് സന്തോഷമായിട്ട് അവന്റെ അപ്പാർട്ട്മെന്റിൽ പോയിട്ട് അവനെ വിളിക്കണ നേരം നമ്മുടെ ആളെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ആളാണെങ്കിൽ ആ ഒരു വില്ലനായിട്ട് ഒരു നദിയുടെ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മുടെ ആള് ആ ഒരു വില്ലനോട് ചോദിക്കാണ് എനിക്കറിയാം നീയാണ് ആ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി കൊന്നേന്ന്, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു എന്ന് പറയുമ്പോ അവൻ പറയാണ് അത് ഞാനല്ല നീയാണെന്ന്. നീയാണ് ആ ഒരു കുട്ടീനെ കിഡ്നാപ്പ് ചെയ്ത് കൊന്നേന്ന്. കഴിഞ്ഞ വർഷം ക്രിസ്മസിന് ഇതേ സ്ഥലത്ത് നമ്മളൊരു പ്ലാൻ ഇട്ടു ആ ഒരു കുട്ടീനെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട്. ഞാൻ നീ പറഞ്ഞത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നീ ആ ഒരു കുട്ടീനെ കൊന്നു കളഞ്ഞു. നീ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ ഒരു കുട്ടി ഇപ്പൊ ജീവനോടെ ഇരുന്നാനെ. എനിക്കും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയാനെ. നീ ഒരു ഒറ്റ ഒരുത്തനാണ് ഇതിനെല്ലാത്തിനും കാരണം. ഇത് കേൾക്കുമ്പോ നമ്മുടെ ഹീറോയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നതേ ഇല്ല. അവൻ ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറയാണ്. പക്ഷെ ഇന്നേരം നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരാണ്. അവനൊരു സാന്റയുടെ വേഷം ധരിച്ച് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കണത്. ഇപ്പൊ അവൻ സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും അലറാണ്. അവൻ ആ ഒരു മഴയത്ത് നിൽക്കുമ്പോ അവന്റെ മേലുള്ള ആ ഒരു മേക്കപ്പ് എല്ലാം ഒലിച്ചു പോവാണ്. അവനിപ്പോ ഒരു സോംബിയുടെ രൂപമാണ്. അവനങ്ങനെ സങ്കടപ്പെട്ട് ആ ഒരു മഴയത്ത് നിൽക്കുന്നത് കാണിച്ച് ഈ ഒരു എപ്പിസോഡ് കഴിയാണ്. ഇനി 15-16 ഇതിനോടൊപ്പം തന്നെ ഞാൻ പറയാണ്. അപ്പൊ അടുത്തതിൽ എന്താ ഉണ്ടായെന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ ആളാണെങ്കിൽ അവനാണ് ആ ഒരു കുട്ടിയെ കൊന്നേന്നുള്ള കുറ്റബോധം. ആ ഒരു കുറ്റബോധം കൊണ്ട് അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് അവൻ പോവാണ്. ഇപ്പൊ അവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ അവന്റെ പാസ്റ്റ് കണ്ടുപിടിച്ചുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കായിരിക്കും. ഇവനെ കണ്ട് എങ്ങനെയെങ്കിലും ആ ഒരു കാര്യം പറയാനായിട്ട്. ഇവനാണെങ്കിൽ മനഃപൂർവ്വം ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. സംഭവം നമ്മുടെ ആള് അവൻ പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്. ഇവളവിടെ ഉള്ളോണ്ടാണ് അവൻ അങ്ങോട്ടേക്ക് വരാത്തത്. മാത്രമല്ല പുള്ളിക്ക് ഇപ്പൊ മേക്കപ്പ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ കുറെ നേരം ഇത് മടുത്തു കഴിയുമ്പോ അവള് ഇറങ്ങി പോവാണ്. അന്നേരം തന്നെ അവളുടെ കൂട്ടുകാരൻ, അതായത് നമ്മുടെ സെക്കൻഡ് ഹീറോ, പുള്ളി വരുമ്പോ അവള് നല്ല ഹാപ്പി ആയിരിക്കും. അപ്പൊ തന്നെ ബാ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാന്ന് പറഞ്ഞ് അവന്റെ കൂടെ അവള് പോവാണ്. അങ്ങനെ അവര് റെസ്റ്റോറന്റിൽ കുറെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിനെ പറ്റി ഈ ഒരു കൂട്ടുകാരത്തെയും നമ്മുടെ നായികയും കൂടെ പുകഴ്ത്തി ഇങ്ങനെ പറയുമ്പോ നമ്മുടെ സെക്കൻഡ് ഹീറോയ്ക്ക് അത് അത്രയ്ക്ക് പിടിക്കുന്നുണ്ടാവില്ല. അവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മുടെ സോംബിക്കുട്ടനെ കാണിക്കാണ്. പുള്ളി ആ ഒരു സങ്കടം കൊണ്ട് അവനത് സഹിക്കാനായിട്ട് പറ്റണില്ല. അങ്ങനെ ഒരു ഡ്രിൽ മെഷീൻ എടുത്തിട്ട് പുള്ളിയുടെ തലച്ചോറ്, അതായത് ഒരു സോംബിയുടെ ഒരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് തലച്ചോറാണല്ലോ, തലച്ചോറിൽ ഡ്രില്ല് വെച്ച് തുളച്ച് അവൻ ആത്മഹത്യക്ക് ശ്രമിക്കാണ്. പക്ഷെ കഷ്ടകാലത്തിന് ആ ഒരു ഡ്രിൽ മെഷീൻ കംപ്ലൈന്റ് ആയിരിക്കും. അതിന്റെ വയറ് ഷോർട്ടായിട്ട് ഷോക്ക് അടിച്ച് പുള്ളി അവിടെ തന്നെ കിടക്കാണ്. അങ്ങനെ ആ ഒരു ശ്രമം പാളിപ്പോയേക്കാണ്. പക്ഷെ പുള്ളിക്ക് ആ ഒരു സങ്കടം ഇതുവരെ വിട്ടുപോയിട്ടില്ല. അവൻ ആ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലാനും മാത്രം അത്രയ്ക്കും ദുഷ്ടനായിരുന്നു എന്ന് അവന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കട്ട് ചെയ്ത് പിറ്റേ ദിവസം കാണിക്കാണ്. നമ്മുടെ ഹീറോയിൻ ഇന്നെങ്കിലും നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട് ആ ഒരു കാര്യം പറയാന്ന് വെച്ച് വരുമ്പോ പുള്ളി ഇപ്പോഴും ഓഫീസിലില്ല. അവൻ ഇതുവരെ വന്നിട്ടില്ല എന്ന് അവള് വിചാരിക്കാണ്. അവളിങ്ങനെ നമ്മുടെ പുള്ളിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും കാണുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ആ ഒരു ഉണ്ടപ്പൻ ഡിറ്റക്റ്റീവ് എടുത്ത ഫോട്ടോ അവൾക്ക് കിട്ടാണ്. ആ ഒരു ഫോട്ടോയില് അത് അവരെടുത്താണെന്ന് മനസ്സിലാവാണ്. അങ്ങനെ ഇവര് തമ്മിൽ എന്താ ഡീല് അതറിയാൻ വേണ്ടിയിട്ട് അവള് ഉണ്ടപ്പൻ ഡിറ്റക്റ്റീവിനെ കാണാനായിട്ട് പോവാണ്. അപ്പൊ അയാളാണെങ്കിൽ എനിക്ക് ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് ഒന്നും തരാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് വലിയ ജാടിയിടുമ്പോ ആ ഒരു അസിസ്റ്റന്റ് ആണെങ്കിൽ എല്ലാം തുറന്നു പറയാണ്. ആ ഒരു ലൈറ്റർ എടുത്ത് പോയത് ആ ഒരു പുള്ളിക്കാരനാണെന്ന് ഇവൾക്ക് മനസ്സിലാവാണ്. അങ്ങനെ അവൻ അന്വേഷിച്ചിട്ട് ആ ഒരു വില്ലന്റെ വീട്ടിലേക്ക് നമ്മുടെ ഹീറോയിൻ പോവാണ്. അവൾ അവിടേക്ക് പോവാണെന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിന് അവള് ടെക്സ്റ്റ് ചെയ്തിടുന്നുണ്ട്. ഈ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ കാട്ടിൽ പോയിട്ട് ചാകാന്ന് വെച്ചിട്ട് അവന്റെ ഡ്രിൽ മെഷീൻ ഒക്കെ എടുത്തിട്ട് കാട്ടിലേക്ക് പോവായിരിക്കും. അന്നേരമുണ്ട് അവിടെ നമ്മുടെ ഹീറോയിന്റെ അളിയെ. പുള്ളിക്കാരൻ സോംബിനെ പറ്റിയിട്ടുള്ള റിസർച്ച് ചെയ്യാനായിട്ട് കാട്ടിലേക്ക് വന്നേക്കാണ്. അയാളാണെങ്കിൽ ഇവനെ കാണുകയും ചെയ്തു. അപ്പിണ്ട് ഇവന്റെ മുഖം ഇങ്ങനെ. ഇവനും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു അണ്ടർ കവർ ഓപ്പറേഷനിലാണ്, അതിനു വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്തേക്കുന്നതാണ് ഇങ്ങനെയെന്നല്ല അത് ആ മണ്ടം വിശ്വസിക്കുകയും ചെയ്യും. ഇന്നേരമാണ് നമ്മുടെ ഹീറോയിന്റെ മെസ്സേജ് ഇവൻ കാണുന്നത്. ഇവൻ അറിയാലോ അയാളാണ് വില്ലന്ന്. അയാളുടെ അടുത്തേക്ക് അവള് പോയാല് അവൾ അയാളെ കൊന്നളയും. അത് അറിയാവുന്നോണ്ട് തന്നെ അവൻ എത്രയും പെട്ടെന്ന് അവളുടെ അടുത്ത് എത്താനായിട്ട് നോക്കാണ്. പക്ഷെ ഇവനാണെങ്കിൽ ഇപ്പൊ മേക്കപ്പും ഇല്ല. അന്നേരമാണ് ഏതോ ഒരു പെണ്ണ് അവിടെ BB ക്രീം മറന്നു വെച്ചിട്ട് പോണത്. നമ്മുടെ ഹീറോ അത് വേഗം എടുത്ത് പറ്റിയിട്ട് നമ്മുടെ ഹീറോയിനെ രക്ഷിക്കാനായിട്ട് ഓടാണ്. ഇന്നേരം തന്നെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അയാളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടാവും. അയാളും അവളെ ക്ഷണിച്ചിരുത്താണ്. പക്ഷെ ഇവളാണെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോയി അന്വേഷിച്ചിട്ട് ഇവന്റെ ഈ ഒരു കയ്യിലെ കെട്ട
കെട്ടെല്ലാം വെറുതാണെന്ന് അവൾക്ക് മനസ്സിലാക്കിയാണ്. ഇവൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിയെന്ന് മനസ്സിലാവുമ്പോൾ പുറകിൽ നിന്ന് ഒരു ചുറ്റികെടുത്ത് ഇവളെ തലക്കടിച്ച് കൊല്ലാനായിട്ട് നോക്കാണ്. പക്ഷെ ഇത് മുൻകൂട്ടി ആ ഒരു മിററിൽ കണ്ട നമ്മുടെ നായികയാണെങ്കിൽ ഫ്രണ്ടിലിരിക്കണ തളച്ച വെള്ളം എടുത്ത് അവന്റെ മുഖത്തേക്ക് ഒഴിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കാണ്. രക്ഷപ്പെടാൻ വേണ്ടി ഇവള് നേരെ പോണതാണെങ്കിൽ അയാളുടെ വൈഫിന്റെ റൂമിലേക്ക്. അവിടെ ആണെങ്കിൽ ആ ഒരു ഓർമ്മയില്ലാത്ത വെല്ലുമിച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവളാണെങ്കിൽ അയാളുടെ വൈഫിനോട് പോലീസിനെ വിളിക്ക്, കാര്യം ഞാൻ പിന്നെ പറയാന്ന് പറയുമ്പോ ആ പെണ്ണാണെങ്കിൽ ഒരു നമ്പർ ഇട്ടിട്ട് താൻ പേടിക്കുന്ന പോലെയൊക്കെ അഭിനയിച്ച് അവളുടെ അടുത്തേക്ക് വന്ന് ഒരു മരമുട്ടെടുത്ത് അവളുടെ തലമണ്ടടിച്ചു പൊട്ടിക്കാണ്. അപ്പോഴാണ് മനസ്സിലാവുക ഈ ഒരു പെണ്ണുമ്പുള്ളിയും കള്ളിയാണെന്ന്. ബോധം വരുമ്പോ ഇവളുടെ കൈയും കാലെല്ലാം കെട്ടിവെച്ചേക്കായിരിക്കും നമ്മുടെ അൽസിമേഷിയുള്ള അമ്മച്ചി ഇവൾക്കൊരു ഞണ്ടിന്റെ കാല് എറിഞ്ഞിട്ട് കൊടുത്തിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാണ്. അവൾ അത് വെച്ച് ആ ഒരു കെട്ടെല്ലാം മുറിച്ച് ഇവളെ കൊല്ലാൻ നോക്കുന്ന കറക്റ്റ് ടൈമിൽ ഇവളെ രക്ഷപ്പെടാണ്. ആ ഒരു കള്ളി പെണ്ണുമ്പുള്ളിയാണെങ്കിൽ വെട്ടോത്തിക്ക് വെട്ടി ക്രൂരായിട്ടാണ് ഇവളെ കൊല്ലാൻ നോക്കണേ. നമ്മുടെ ആള് ആ ഒരു മരമുട്ടയ്ക്ക് ആ പെണ്ണിന്റെ തലമട്ട അടിച്ചു പൊട്ടിച്ചിട്ട് ജീവനും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവള് ഓടിക്കൊണ്ടിരിക്കുന്ന നേരത്ത് പെട്ടെന്ന് ആരോ അവളെ വലിച്ച് ഒളിപ്പിച്ച് നിർത്താണ്. നോക്കുമ്പോണ്ട് അത് നമ്മുടെ ഹീറോ. അവളും ഇവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്, നിങ്ങൾക്ക് ഇതൊക്കെ നേരത്തെ അറിയായിരുന്നു എന്നെല്ലാം. എന്നിട്ട് പുള്ളിക്കാരത്തി പറയും, നിങ്ങൾ ആ ഒരു കുട്ടിയുടെ ബോഡി ഗാർഡ് മാത്രമായിരുന്നു, അവൾക്ക് നിങ്ങളെ വലിയ കാര്യമായിരുന്നു എന്നെല്ലാം. ആ ഒരു കൊച്ചിനെ കൊന്നത് ഇവരായിരുന്നു എന്നെല്ലാം അവള് പറയാണ്. അതായത് ശരിക്കും ആ ഒരു കുട്ടീനെ കൊന്നത് അയാളല്ല, അയാളുടെ ഭാര്യയാണ്. ആ പെണ്ണാണ് ശരിക്കും കള്ളി. ആ ഒരു കുറ്റം മറയ്ക്കാൻ വേണ്ടിയിട്ട് അയാള് ആ ഒരു കുട്ടീനെ കൊണ്ട് ആറ്റിൽ കളയായിരുന്നു. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ കൊന്ന് ആ ഒരു മലയുടെ മുകളിൽ കൊണ്ട് കുഴിച്ചിടുകയും ചെയ്തു. ഇതാണ് ശരിക്കും ഉണ്ടായത്. ഇപ്പൊ അവളാണെങ്കിൽ വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ച് പോവാൻ നേരം അവൻ പറയും, നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ പോവാ, നിന്നെ നെറ്റിന്ന് ചോര വനെന്ന് പറയണതും അവളാണെങ്കിൽ ആ ചോര കാണുന്നതും അപ്പൊ തന്നെ അവിടെ തലറിങ്ങി വീഴാണ്. ഇന്നേരം ആ ഒരു വില്ലനും വില്ലത്തിയും അമ്മച്ചേനെയും കൊണ്ട് രക്ഷപ്പെടാനായിട്ട് നോക്കാണ്. ഇപ്പൊ പോവാൻ നേരം ഈ ഒരു വില്ലത്തിയാണെങ്കിൽ അവളുടെ ഒരു സ്വർണ്ണ പ്രതിമ അത് മറന്നിട്ടുണ്ടാവും. അത് എടുക്കാൻ വേണ്ടിയിട്ട് അവള് തിരിച്ച് വീട്ടിലേക്ക് പോണ നേരം പോലീസ് വന്ന് അവളെ പൊക്കാണ്. ഇപ്പൊ ഈ ഒരു വില്ലനാണെങ്കിൽ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മച്ചേനെയും കൊണ്ട് രക്ഷപ്പെടാണ്. വീണ്ടും നമ്മുടെ നായികനെ കാണിക്കാണ്. എണീക്കുമ്പോഴുണ്ട് അവൾ അവളുടെ വീട്ടിലാണ്. ഫ്രണ്ടില് നമ്മുടെ സെക്കൻഡ് ഹീറോ ഇരിക്കുന്നുണ്ട്. അവൻ അവളെ കുറെ ചീത്ത പറയാണ് ഇങ്ങനത്തെ കേസിന്റെ ഒക്കെ പിന്നാലെ പോയിട്ട്. അവൾ എഴുന്നേൽക്കുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് നമ്മുടെ ഹീറോനെയാണ്. പക്ഷെ നമ്മുടെ സെക്കൻഡ് ഹീറോ ആണെങ്കിൽ അവനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാണ്. എന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോനെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചിട്ട് അവൻ എന്തൊക്കെയോ പറയാണ്. നീ കാശിന് വേണ്ടിയിട്ട് അവൾ ഉപയോഗിക്കുകയാണെന്നെല്ലാം പറയുന്നുണ്ട്. ഈ ഒരു ചെറുക്കൻ അറിയില്ലല്ലോ ശരിക്കും എന്തൊക്കെയാ നടക്കണേന്ന്. അതുകൊണ്ടൊക്കെയുള്ള ഫ്രസ്ട്രേഷൻ ആണ്. പിന്നെ എന്റെ ഈ ഒരു ഓഡിയോയില് കുറെ പിള്ളേരെ അലർച്ചയും ഒച്ചയൊക്കെ കേൾക്കാനായിട്ട് പറ്റും ബാക്ക്ഗ്രൗണ്ടിൽ. അത് വേറൊന്നല്ല, ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന രാത്രിയാണ്. എല്ലാത്തിനോടും മാറി മാറി മിണ്ടാണ്ടിക്ക് എനിക്ക് റെക്കോർഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് മടുത്തു. ഓരോന്നിനോടും മിണ്ടാണ്ടിക്കെന്ന് പറയുമ്പോൾ ഒച്ചയും ബഹളം കൂട്ടി കൂട്ടി വരാണ്. ബഡീസ് നിങ്ങൾ ഇപ്രാവശ്യം ഒന്ന് സഹായിക്കണം. ഫ്രസ്ട്രേഷൻ കാരണം പലപ്പോഴും ഞാൻ ഈ ഒരു ഓഡിയോയിൽ അലറുന്നുണ്ട്. എന്നിട്ട് ഞാനത് കട്ട് ചെയ്ത് കളയും. ഇപ്പോ ഞാൻ അത്ര പാവമൊന്നല്ല എന്ന് മനസ്സിലായില്ലേ? പക്ഷേ ഗായ്സ് ഞാൻ ശരിക്കും ഒരു പാവമാണ്. ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയ ഞാൻ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ നിർത്തിയത് സെക്കൻഡ് ഹീറോന്റെ ഫ്രസ്ട്രേഷൻ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ ഞാൻ കാരണം അവൾക്കൊരു കുഴപ്പം ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വില്ലൻ അവൻ വിളിക്കുകയാണ്. വില്ലനും ഒരു ലൊക്കേഷൻ പറഞ്ഞിട്ട് അവനോട് അങ്ങോട്ടേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. ഇത് പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. അവിടെ ആ ഒരു വില്ലത്തിനെ പിടിച്ചിരുത്തിണ്ട്. അവൾ ഒന്നും തന്നെ പറയണില്ല. വായിൽ കോലിട്ട് ഇളക്കിയാൽ പോലും അവളൊന്നും മിണ്ടില്ല എന്നുള്ള ഭാവമാണ്. ഇന്നേരം നമ്മുടെ ഉണ്ടപ്പൻ ഡിറ്റക്റ്റീവ് വന്നിട്ട് ഇവളെ കാണുമ്പോൾ തന്നെ ഇവളുടെ ഫുൾ ഡീറ്റെയിൽസ് പറയാണ്. പുള്ളിക്കാരൻ ഇവളെയും ഇവളുടെ ഹസ്ബൻഡിനെ ഫോളോ ചെയ്താണല്ലോ. ഇവര് രണ്ടുപേരും ഓർഫൻസ് ആയിരുന്നു. അവരങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതൊക്കെയാണ്. ഇവർക്ക് ആരും ഇല്ലാന്ന് മാത്രമല്ല ഇവൾക്ക് കുട്ടികളും ഉണ്ടാവില്ല. ഇപ്പോ ഈ ഒരു സീനിയർ പോലീസ് ഒരു കാര്യം നോട്ട് ചെയ്യാണ്, ഇവൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല. അപ്പോ ആ ഒരു കുട്ടീനെ ഇവര് കിഡ്നാപ്പ് ചെയ്തത് എന്തിനാന്ന് ഇവർക്ക് മനസ്സിലാവാണ്. അത് ആ പെണ്ണ് തന്നെ പറയുന്നുണ്ട്. അതായത് ആ ഒരു കുട്ടീനെ ഇവര് വളർത്താൻ വേണ്ടിയിട്ടാണ് കിഡ്നാപ്പ് ചെയ്തതെന്ന്. പക്ഷെ സാഹചര്യം കൊണ്ടും എടുത്തുചാട്ടം കൊണ്ടും ആ ഒരു കുട്ടീനെ ഇവൾ അറിയാതെ കൊന്നു എന്നാണ് ഇവള് പറയണേ. കട്ട് ചെയ്ത് നമ്മുടെ ഹീറോനെ കാണിക്കാണ്. അവൻ ആ ഒരു വില്ലൻ പറഞ്ഞ സ്ഥലത്തേക്ക് വന്നേക്കാണ്. അവിടെ അവന്റെ വണ്ടി കിടക്കുന്നുണ്ടാവും. ഇപ്പോ നമ്മുടെ വില്ലൻ ഹീറോനെ വിളിക്കാണ്. അവൻ നമ്മുടെ ഹീറോനെ കാണുന്നുണ്ട്. അവൻ പറയും ആ ഒരു കാറിനകത്ത് ഒരു ഗിഫ്റ്റ് വെച്ചിട്ട് അത് കാണുമ്പോ നിനക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരും, നീ അതെടുത്ത് തുറന്നു നോക്കുന്നു. നമ്മുടെ ഹീറോയും അത് വിശ്വസിച്ചിട്ട് ആ കാറിന്റെ ഡോറ് വന്ന് തുറക്കുമ്പോ ആ കാറ് ബ്ലാസ്റ്റ് ആവാണ്. നമ്മുടെ വില്ലനും അത് കണ്ട് ചിരിക്കുന്നുണ്ട്. അതോടുകൂടെ അവന്റെ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിലും മനുഷ്യനല്ലല്ലോ, അവൻ ഒരു തവണ ഓൾറെഡി മരിച്ചതാണ്. ഇപ്പൊ നമ്മുടെ പുള്ളിക്കാരൻ ഒരു സോംബിയാണ്. അവൻ അവിടുന്ന് എഴുന്നേറ്റ് വരാണ്. ഇപ്പോ ഈ ഒരു ബ്ലാസ്റ്റ് നടന്നപ്പോ അവന് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു. ആ ഒരു കുട്ടിയുടെ ബോഡി ഗാർഡ് ആയിരുന്നു ഇവനെന്നും അവൾക്ക് ക്രിസ്മസിന്റെ അന്ന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ആ ഒരു സാന്റയുടെ വേഷം ധരിച്ചതെന്നല്ല. മാത്രമല്ല ആ ഒരു കുട്ടീനെ കാണാതായപ്പോ ഇയാള് അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇയാളെ ഇവൻ ഓൾറെഡി നോട്ടീസ് ചെയ്തിട്ട് ഇയാളാണ് ആ ഒരു കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി എന്ന് മനസ്സിലാക്കി ആ കുട്ടീനെ അന്വേഷിച്ച് വരുന്ന സമയത്താണ് ഇയാള് നമ്മുടെ ഹീറോനെ പുറകിൽ നിന്ന് വന്ന് തലക്കടിച്ച് അവന്റെ കൈയും വായും കണ്ണും എല്ലാം കെട്ടിയിട്ട് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലണത്. ഇതവന് ഓർമ്മ വരുമ്പോ അവന് നല്ല പോലെ ദേഷ്യം വരാണ്. ഇപ്പോ ഇവിടെ ആ ഒരു വില്ലൻ നമ്മുടെ ഹീറോ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ ഒരു വെല്ലുമിച്ചനോട് പറയാണ്, ഇനി നമുക്ക് കുറുകെ നിൽക്കാനായിട്ട് ആരുമില്ല, നമുക്കിനി സമാധാനമായിട്ട് ജീവിക്കാം, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങാൻ നേരം നമ്മുടെ ഹീറോ അവൻ മുന്നിൽ വന്ന് നിൽക്കാണ്. ഇപ്പൊ ഇവനാണ്
ആണെങ്കിൽ നീ ഇനിയും ചത്തില്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ കൊല്ലാനായിട്ട് പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോ അവൻ എടുത്തിട്ട് മെതിക്കാണ്. പക്ഷെ ഒരു ഘട്ടത്തില് നമ്മുടെ ആളെ അവൻ ഷൂട്ട് ചെയ്യും. പ്രതീക്ഷിക്കാതെ ഷൂട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ആഘാതം കാരണം പുള്ളി വീഴുന്നുണ്ട്. ഇപ്പോ ഈ ഒരു വില്ലനും കരുതാണ് ഇവൻ മരിച്ചു എന്ന്. പക്ഷെ നമ്മുടെ ആള് വീണ്ടും എഴുന്നേറ്റ് വരുമ്പോ ഇവൻ പറയും നീ എന്താടാ ചാകാത്തേന്ന്. അപ്പൊ നമ്മുടെ ആളാണെങ്കിൽ പറയും അതെങ്ങനെയാടാ, നീ തന്നെയല്ല എന്നെ 1 വർഷം മുമ്പ് കൊന്നേന്ന്. ഇവനും പേടിച്ചിട്ട് വീണ്ടും വീണ്ടും അവനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആക്കൊന്നും പറ്റുന്നില്ല. അങ്ങനെ അവസാനം അവൻ നമ്മുടെ സോംബിയുടെ തലയിലേക്ക് ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോ പെട്ടെന്ന് ആ ഒരു അമ്മച്ചി അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന്റെ മുമ്പിലേക്ക് ചാടാണ്. ഇപ്പോ ആ ഒരു അമ്മച്ചി മരിക്കാൻ കിടക്കാണ്. ഇപ്പോഴാണ് ഇവന് വേറൊരു കാര്യം ഓർമ്മ വരാം. ആ അമ്മച്ചി ഇവന്റെ ശരിക്കുള്ള പേര് വിളിക്കും. മോനെ മിൻഹു, നിന്റെ ഈ സുന്ദരായിട്ടുള്ള മുഖത്ത് വേറൊരു തഴമ്പ് കൂടെ വന്നല്ലോടാന്ന്. ഈ ഒരു അമ്മച്ചി ഇവന്റെ അമ്മയാണ്, ശരിക്കുള്ള നമ്മുടെ ഹീറോന്റെ അമ്മ. അല്ലാതെ ഈ അമ്മച്ചിക്ക് ഓർമ്മക്കുറവൊന്നുമില്ല. ഇവൻ ആദ്യമേ കണ്ടപ്പോഴേ അവരിവനെ ഐഡന്റിഫൈ ചെയ്തായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഈ ഒരു വില്ലനും വില്ലത്തിയും ഓർഫൻസ് ആയിരുന്നു എന്ന്. അപ്പൊ ഞാനും ആലോചിച്ചു അപ്പൊ ഈ ഒരു അമ്മച്ചി ആരായിരിക്കുമെന്ന്. എനിക്ക് അപ്പോഴേ തോന്നി ഇത് ഇവന്റെ ആരെങ്കിലും ആയിരിക്കുമെന്ന്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ സങ്കടമായിട്ട് അവൻ അവിടെ കിടന്ന് പൊട്ടിക്കരയാണ്. അവനിപ്പോ എല്ലാം ഓർമ്മ വന്നു. അവസാനമായിട്ട് അവന്റെ അമ്മേനെ കിട്ടിയപ്പോ അവന്റെ അമ്മ മരിച്ചും പോയി. അവന്റെ പാസ്റ്റിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ മെമ്മറീസ് ഇപ്പൊ കാണിക്കുന്നുണ്ട്. പാവം ആ ഒരു അമ്മ അങ്ങനെ മരിക്കാണ്. ഇതേ സമയം തന്നെ ആ ഒരു വില്ലന് കരയുന്നുണ്ട്. കാരണം അവനും ഈ ഒരു അമ്മച്ചീനെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് തന്നെയാണ് കണ്ടേക്കണത്. പക്ഷെ അവൻ എന്താ ചെയ്തേ, അവൻ ആരും ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ അമ്മേനെയും കൊച്ചിനെയും ഒക്കെ തട്ടിക്കൊണ്ട് വന്നിട്ട് അവന്റെ ആക്കാം. അപ്പോ മറ്റുള്ളവരെ സങ്കടത്തിലാക്കിയിട്ട് പുള്ളിക്ക് ഇതുവരെ കിട്ടാതിരുന്ന ഒരു ജീവിതം കെട്ടിപ്പടുക്കാനാണ് പുള്ളി നോക്കിയത്. പക്ഷെ എല്ലാം പാളിപ്പോയി. ഇപ്പോ അവന്റെ കയ്യില് ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോ ഉണ്ടാവും. അതില് ഈ ഒരു വില്ലനും വില്ലത്തിയും അതിനോടൊപ്പം അവര് കൊന്ന ആ ഒരു കൊച്ചുകുട്ടിയും ഇവരെ രണ്ടുപേരും ആ ഒരു ഫോട്ടോയില് ഇവൻ എഡിറ്റ് ചെയ്ത് കയറ്റി വെച്ചൊക്കെയാണ് ഒരു ഫാമിലി ഫോട്ടോ ആയിട്ട്. ഇന്നേരം അവൻ ആ ഒരു ഗണ്ണെടുത്ത് നമ്മുടെ ആളെ ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ നമ്മുടെ ആക്കാണെങ്കിൽ അവന് ദേഷ്യം സങ്കടവും എല്ലാം കൂടെ ഒരുമിച്ച് വരാണ്. അവൻ അവന്റെ അമ്മേനെ താഴെ കിടത്തിയിട്ട് അലറിക്കൊണ്ട് വില്ലന്റെ നേർക്ക് വരുന്ന കാണിച്ച് ബ്ലാക്ക് ഔട്ട് ചെയ്യാണ്. അവിടെ ഗൺ ഷോട്ടിന്റെ സൗണ്ടും കേൾക്കുന്നുണ്ട്. പിന്നീട് കാണിക്കണത് നമ്മുടെ ഹീറോയിന്റെ അമ്മ മരിച്ചതിന്റെ ചടങ്ങ് നടക്കാണ്. അവിടേക്ക് നമ്മുടെ ഹീറോയിനും അവളുടെ ഫാമിലിയും വരാണ്. ഇപ്പോ ഈ ഒരു ഹീറോയിന്റെ ഫാമിലി വിചാരിച്ചേക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ ഒരു അമ്മയ്ക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് ഇവൻ ചടങ്ങുകളൊക്കെ ചെയ്യുന്നതാണെന്ന്, ഇവനൊരു നല്ല മനുഷ്യൻ തന്നെയാണെന്ന് നമ്മുടെ ഈ ഒരു സോഡ ഗ്ലാസ് പറയുന്നുണ്ട്. ഇപ്പോ ഈ ഒരു ഹീറോയിന് മാത്രമേ ഇവന്റെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ, ഇത് ഇവന്റെ സ്വന്തം അമ്മയാണെന്നെല്ലാം. അവൾക്കും പെട്ടെന്ന് ആ ഒരു ഫോട്ടോ എല്ലാം കാണുമ്പോൾ അവളുടെ അമ്മേനെ ഓർമ്മ വന്നിട്ട് അവൾ കരയുന്നുണ്ട്. ഇപ്പോ അവളുടെ കയ്യിൽ ഒരു ഫോട്ടോ അത് അവനെ കാണിച്ചു കൊടുക്കാണ്. എല്ലാ വർഷവും അവളുടെ അച്ഛന് പകരം സാന്റയുടെ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു ഹീറോ ആണ് ആ ഒരു കൊച്ചുകുട്ടിനെ സർപ്രൈസ് ചെയ്തായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ പുറത്തേക്ക് വരാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ ഇപ്പോഴും മനസ്സിൽ നിന്ന് അവന്റെ അമ്മ മരിച്ച ആ ഒരു സങ്കടം വിട്ടുപോയിട്ടില്ല. അവന്റെ അമ്മയുടെ പഴയ ഓർമ്മകളായിട്ട് അവൻ ആ ഒരു മുറിയിൽ തന്നെ ഇരുന്നിരിപ്പിരിക്കുകയാണ്. ഇപ്പൊ പുറത്ത് ഹീറോയിനും അവളുടെ ഫാമിലിയും ടിവിയിൽ ഒരു ന്യൂസ് കാണാണ്. കാട്ടിന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു ഡെഡ് ബോഡി കിട്ടിയേക്കാണ്. അത് ആ ഒരു വില്ലന്റെ ആയിരിക്കാനാണ് സാധ്യത എന്ന് പോലീസ് പറയുന്നുണ്ട്. DNA ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നീങ്ങുന്നുണ്ട്. ഇപ്പൊ ന്യൂസിൽ ഒരു കാര്യം പറയാണ്, അതായത് ഈ ഒരു ബോഡിയിലത്തെ ചില അവയവങ്ങളെല്ലാം മിസ്സിംഗ് ആണെന്ന്. ഒരുപക്ഷെ ഏതെങ്കിലും കാട്ടുമൃഗം ആക്രമിച്ചതായിരിക്കും എന്നാണ് അവര് പറയണത്. ഇപ്പൊ നമ്മുടെ ഹീറോയിന് എന്തോ ഒന്ന് കത്താണ്. സംഭവം എന്താന്ന് വെച്ചാല് ഒരുപക്ഷെ നമ്മുടെ ഹീറോ അവനെ തിന്നതായിരിക്കുമെന്ന് അവള് വിചാരിച്ചിട്ട് വേഗം നമ്മുടെ ഹീറോന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ്. ഇപ്പോ അവൻ അവളെ നോക്കുന്നുണ്ട് ഒരു പ്രത്യേക രീതിയിൽ. ഇന്നേരം തന്നെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാണ് അവിടെ എന്ത് ഉണ്ടായെന്ന്. ഇപ്പോ ആ ഒരു വില്ലൻ അവിടെ മരിച്ചു കിടക്കാണ്. ഇന്നേരം നമ്മുടെ ഹീറോനെ കാണിക്കാണ്. അവന്റെ വായിലൊക്കെ ആകെ ചോര. ഒരുപക്ഷെ നമ്മുടെ ഹീറോ മനുഷ്യനെ തിന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഹ്യൂമൻ ബ്ലഡ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനൊരു യഥാർത്ഥ സോംബിയായി തുടങ്ങിയെന്നാണ് അതിനർത്ഥം. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കാണ്. അതായത് 15, 16 പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോ 4 എപ്പിസോഡ് ഞാൻ ഈ ഒരു ഒറ്റ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഒരു 4, 8 എപ്പിസോഡാണ്. അത് ഞാനൊരു 2 വീഡിയോയിൽ ഇനി തീർക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്ന പോലെ ഒരു ഡിലേ ഒന്നും ഉണ്ടാവില്ല. ഞാൻ ആദ്യം ചെയ്തായിരുന്ന പോലെ തന്നെ പെട്ടെന്ന് വീഡിയോ ഇടാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും Annala Shumanala.